മൂന്നാമതൊരാൾക്ക് ദ്രോഹകരമല്ലാത്ത ഏത് രസവും നമ്മൾ അനുഭവിക്കേണ്ടതാണ്. മൂന്നാമതൊരാൾക്ക് ദ്രോഹമാവരുത്. അപ്പൊ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് പോകുന്ന സമയത്ത് എക്സ്ട്രാ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ശ്രീരാമന്റെ അച്ഛൻ മഹാമര്യാദട്ടല്ലേ? ശ്രീരാമന്റെ അച്ഛന് 3 ഭാര്യമാരില്ലേ? 2ാം ഊഴം എഴുതിയ MT വാസൻ എഴുതി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഭീമന് കടവൽക്കജൻ എന്ന് പറഞ്ഞ ഒരു മോനുണ്ടെന്നുള്ള കാര്യം അറിയാം. പാഞ്ചാലിക്ക് ആകെപ്പാടെ ഇഷ്ടം തോന്നിയത് അർജുനോടായിരുന്നു. മറ്റ് 4 സഹോദരന്മാരുമായിട്ട് അടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയാണ് ആ മര്യാദയോട് കാണിച്ചത്. കൊണ്ടുവന്നത് പങ്കിട്ടെടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ന്യായം പറഞ്ഞ അതിനകത്ത് ഏറ്റവും ശുദ്ധാത്മാവെന്ന് വിളിക്കുന്ന ധർമ്മപുത്രരാണ് മര്യാദകളായിട്ട് തുടങ്ങുന്നത്. അംബാനി 50,000 കോടി ഉണ്ടാക്കിയാലും ഒരു കാര്യം ഉള്ളെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ അറിഞ്ഞൂടാന്ന് മാത്രമേ തെളിയത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ആ കഷ്ടം എന്തിനാണ് ഈ കാശ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കോന്തനാണ് അംബാനി. ഈ കക്കൂസിന്റെ ഭിത്തിയിൽ എഴുതുന്ന മനുഷ്യരുണ്ട്, അയലത്തെ പെണ്ണുങ്ങളുടെ ഫോൺ നമ്പർ എഴുതി വയ്ക്കുന്ന പുരുഷന്മാരുണ്ട്. അവന്മാരാണ് എന്റെ ഇതിനകത്ത് കമന്റ് എഴുതുന്നത്. 100 കാറുണ്ടായാലും 100 കൊട്ടാരം ഉണ്ടായാലും ഒരു മെത്തയിലേ കിടക്കാനൊക്കത്തുള്ള ഒരു കാറിലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. സമ്പത്ത് കൊണ്ടോ ഒക്കെ മുന്നേ നിൽക്കുന്ന ആൾക്കാർക്ക് 100 കണക്ക് റിലേഷൻഷിപ്പ് ഉള്ള ഒരു സമൂഹത്തിനകത്താണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. പക്ഷെ കരാറ് 3-4 പേരുമായി ബന്ധം ഉണ്ടാക്കുന്ന തരത്തിലാണ് നമ്മൾ കരാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ചർച്ചയില്ല. പാർട്ട് ടൈം ജോബ് ഇഷ്ടംപോലെ എടുക്കത്തില്ലേ നാട്ടിലെ ആൾക്കാർ? കുട്ടികള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടി ഉണ്ടാകാതെ നോക്കണമെന്ന് മാത്രം പഠിപ്പിച്ചാൽ മതി. അമ്മയുടെ അച്ഛന്റെയും ജീവിതം കണ്ട് വളരുന്ന ഒരു മകളും ഒരു മകൻ ഒരു റിലേഷൻഷിപ്പിനെ ഏർപ്പെടാൻ തയ്യാറല്ല. അതാ പ്രശ്നം. ലോകവ്യാപകമായി സ്ത്രീകള് പുരുഷന്മാരെ ഇണയാക്കാതിരിക്കാൻ നോക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി സ്ത്രീകളും ശ്രമിക്കുന്നത്. കാരണം സാമൂഹിക സ്ഥാനം കിട്ടണമെങ്കിൽ ആൺകുട്ടി വേണം. കാരണം ആൺമക്കൾക്ക് പ്രാധാന്യം വന്ന അങ്ങനെയാണ്. അല്ലാതെ ഇത്രയും ബീജമുള്ള നാട്ടിലെ ഒരു വാർഡിൽ ഒരുത്തം വെച്ചും പോരെ കൊച്ചിനെ ഉണ്ടാക്കാനായിട്ട്. അത് പിന്നെന്തിനാണ് ഇവന്മാരല്ല. മൈത്രേൻ ഈ 20 yearsന്റെ ജേണിയിലെ ജയശ്രീ ടീച്ചറുമായിട്ടുണ്ടായ ആ ജേണിയിൽ അതിനിടയിൽ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു? പലരോടും ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഞാൻ എന്റർടൈൻ ചെയ്തിട്ടില്ല. അത് ഞാനും ജയശ്രീ നമ്മെ ഉണ്ടാക്കിയ കരാറിനകത്ത് കുട്ടിയെ വളർത്തി തീർന്നത് വരെ പുരുഷന്മാരുടെ സ്ഥിരം പണിയാണ് വേറെ ആൾക്കാരുടെ കൂടെ പോവാന്ന് പറയും. അത് ഞാൻ സ്വയം നിയന്ത്രിച്ചതാണ്. വേറെ ആളുകൾ അതേ സമയത്ത് പ്രണയം ഉണ്ടാകുകയും അത് വേണ്ടാന്ന് തീരുമാനിക്കുകയും നമ്മുടെ ആവശ്യം കൊണ്ട് മാത്രം ചെയ്താൽ മതി. തെറ്റായതുകൊണ്ടല്ല. തെറ്റും ശരിയുടെ യുക്തികള് 2 പേര് മാത്രം ഇണചേർന്ന് ജീവിച്ചാൽ മതിയെന്ന് സാമൂഹികമായി കുട്ടിയെ വളർത്തുന്ന ആവശ്യത്തിന് പറഞ്ഞിട്ടുള്ളതാ. അല്ലാതെ ഈ 2 ഇണകളുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാൽ. അപ്പൊ വേറെ ആൾക്കാരോട് നമുക്ക് പ്രണയം തോന്നുമ്പോൾ ആ പ്രണയം നമ്മൾ പരിപോഷിപ്പിച്ചാൽ നമുക്ക് 2 കാര്യം മറ്റൊരാൾ നമ്മുടെ കൂടെ ഉള്ളവരോട് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന്, അവർക്ക് കൊടുക്കേണ്ട ടൈം, സമയമുണ്ട്. 24 മണിക്കൂറേ ലോകത്തുള്ളൂ. അതിനകത്ത് ഉറങ്ങി കഴിഞ്ഞ് 8 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ള 16 മണിക്കൂറിനകത്ത് പണിയെടുത്ത് കഴിഞ്ഞിട്ടുള്ള സമയത്താണല്ലോ പ്രണയമൊക്കെ നടക്കുള്ളൂ. അത്രയും സമയത്തിനകത്തെ സമയം കൊടുക്കാനും അറ്റൻഷൻ എന്ന് പറയുന്നത്, അവിടെയാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറഞ്ഞ വീണ്ടും ശ്രദ്ധ എന്നുള്ള വാക്കേ നമുക്കുള്ളൂ. ഇത് രണ്ടും കൊടുക്കുക എന്ന് പറയുന്നത് ഒരാള് റിസോഴ്സസ്, വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതും മറ്റൊരാൾക്ക് കൊടുക്കാൻ ബാധ്യത വരും. അപ്പൊ ഈ ആദ്യത്തെ റിലേഷൻഷിപ്പിനകത്ത് സമയവും ശ്രദ്ധയും വിഭവവും ഈ 3 സാധനവും പങ്കുവയ്ക്കപ്പെട്ടു. ഇത് ഈ വളർത്തുന്ന കുഞ്ഞിനോട് നമുക്ക് നീതിയോടെ പെരുമാറാൻ കഴിയാതാക്കുന്ന ഒന്നാണ്. ഇനി വിഭവം ധാരാളമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വിഭവം കുഴപ്പമില്ല. കാരണം ഇപ്പൊ ഒരു 10 കട്ടിൽ മേടിച്ചാൽ ഒരു കട്ടിലല്ലേ നമ്മൾ കിടക്കത്തുള്ളെന്ന് അറിയുന്നതുകൊണ്ട് വിഭവത്തിന് പരിമിതി ഒരാളുടെ ആവശ്യം കൊണ്ട് തീരും. അതുകൊണ്ടാണ് പണ്ട് രാജാക്കന്മാർക്ക് 100 കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നത്. കാരണം അവർക്ക് ഇഷ്ടംപോലെ വിഭവമുണ്ട്. പക്ഷെ ആ സമയത്ത് അറ്റൻഷനും സമയവും കൊടുക്കാൻ പറ്റത്തില്ല. അത് ലോകത്ത് ഏത് രാജാവായാലും പറ്റത്തില്ല. കാരണം 24 മണിക്കൂർ എന്ന് പറയുന്ന അയാളുടെ കണ്ടുള്ളതല്ല. റിസോഴ്സ് മാത്രമാണ് പണ്ട് ഒരു പുരുഷന് ധാരാളം സമ്പാദിച്ചിട്ട് പല ഇണകളും ഒത്ത് ജീവിക്കാൻ കഴിയുമ്പോഴേ, പക്ഷെ ആർക്കും കൊടുക്കാൻ കഴിയാത്തതായിട്ടുള്ള 2 കാര്യമാണ് ശ്രദ്ധയും സമയവും. ഇത് പങ്കുവെക്കാൻ ബാധ്യത വരും. അപ്പൊ ആദ്യത്തെ റിലേഷൻഷിപ്പ് നമുക്ക് പരിപോഷിപ്പിച്ചു കൊണ്ടുപോകാനൊക്കത്തില്ല, വളർത്താനൊക്കത്തില്ല. അതിനെ വെള്ളവും വളവും കൊടുത്ത് നിലനിർത്തേണ്ടതുണ്ട്. ഇത് സമയവും ശ്രദ്ധയും കൊടുക്കാൻ കഴിയാതിരിക്കുന്നതുകൊണ്ടാണ്, അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ
കുട്ടി വളർന്ന് 18 വയസ്സാകുന്നത് വരെ ഒരു അടുത്ത് വേറൊരു ഇണയോട് ഇഷ്ടം തോന്നിയാലും അത് വികസിപ്പിച്ചിട്ടില്ല. 20 വർഷവും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ വേറൊരാളോട് ഇത് തോന്നിയാൽ അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കേണ്ടത് തെറ്റായെന്ന് വിചാരിച്ചോണ്ടായി. ഇതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതെന്ന് അറിയുന്നതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഞാനത് ചെയ്യാതിരുന്നത്. അത് പുരുഷനായിരിക്കുന്നവന് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഈ കാര്യത്തിനകത്ത് പെരുമാറണമെന്നുള്ള എന്റെ തിരിച്ചറിവ് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. ജയശ്രീ വേറെ ആൾക്കാരെ പ്രണയിച്ചിട്ടുണ്ടെന്ന് ജയശ്രീ തന്നെ പറയുന്നുണ്ട്. അത് തെറ്റായതുകൊണ്ടൊന്നുമല്ല. അങ്ങനെ പ്രണയം തോന്നും, പ്രണയം നിലനിർത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് തെറ്റേ അല്ല. നമ്മൾ അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന പണ്ട് കാലത്ത് എന്റെ കുട്ടി തന്നെ ഉണ്ടാകണമെന്ന് ജനിതകമായിട്ടുള്ള നമ്മുടെ ഒരു വികാരം കൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഒരാളെ പ്രണയിച്ചാൽ ലോകത്ത് ആറ്റം ബോംബിടുന്ന പണിയൊന്നും അല്ലല്ലോ, കത്തി കൊണ്ട് കുത്തുന്ന ഒന്നും അല്ലല്ലോ. മറ്റൊരാൾക്ക് ദ്രോഹകരമായ എന്താണ് അതിനകത്തുള്ളത്? മൂന്നാമതൊരാൾക്ക് ഈ പറയുന്ന ഇമോഷണലായി നമ്മുടെ ആളാണ്, എന്റേതാണ് എന്ന് വിചാരിക്കുന്നത് വഴി ഉണ്ടായ ഒരു ദുഃഖം ഒരാൾക്കുണ്ടാകുന്നത് ഒഴിച്ച് ലോകത്തിന് ദ്രോഹമുള്ള ഒരു പ്രവൃത്തിയും രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുമ്പോൾ ഇല്ലെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് അത് അങ്ങനത്തെ തെറ്റൊന്നുമല്ല. ഒരാളെ ഞാന് പിച്ചാത്തി എടുത്ത് കുത്തുന്നത് പോലുള്ള ഒരു പ്രവൃത്തിയല്ല, അത് അതിനകത്തില്ല. മനസ്സിലാക്കിയാൽ പൊറുക്കാനും മറക്കാനും പറ്റുന്ന കാര്യം മാത്രമാണ്. ഒരേ ആളിന് തന്നെ. അതുകൊണ്ടാണ് ഇപ്പം പഴയ ശ്രീരാമന്റെ അച്ഛന് 3 ഭാര്യമാരില്ലേ. എന്റെ മകന് തന്നെ രാജ്യം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് സംഘർഷം ഉണ്ടായത്. അതുവരെ അവരെല്ലാവരും 3 പേരും അവിടെ തന്നെ കഴിഞ്ഞോണ്ടിരുന്നല്ലേ. രാജാവിന് അവരെ റിസോഴ്സ് ഉണ്ട്. അപ്പോഴും ഞാൻ പറയുന്ന സമയം കൃത്യമായിട്ട് കൊടുക്കാനൊക്കത്തില്ല. കൈകൈയോട് കൂടുതൽ അടുപ്പം ഉണ്ട് എന്നുള്ള കാര്യം സത്യത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ ആളിനെ പട്ടമഹിഷി ആക്കിയത് കൊണ്ട് മാത്രം അയാളുടെ മകന് രാജ്യം കൊടുക്കേണ്ടി വന്നത്. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. 10 ഭാര്യമാരുള്ള ഒരു 300 ഭാര്യമാരായിരുന്നു രാജാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. രാജാവിനെ ഒരു വീട്ടിലേക്ക് വരുത്താനായിട്ട് ഓരോ ആളും ദിവസവും അവിടെ കോമ്പറ്റീഷനാണ്. സ്ത്രീകൾ കോമ്പറ്റീഷനിൽ വരുന്നത് പുരുഷന്മാരെ നിർമ്മിച്ച ഒരു ലോകം കൊണ്ടാണ്. മറ്റേതങ്ങനല്ല. സ്ത്രീകൾ വെറുതെ റോഡിന്റെ സൈഡിൽ നിന്നാൽ മതി. എന്നും റോഡിന്റെ സൈഡിൽ ഒരു സ്ത്രീ നിന്നാൽ മതി, പുരുഷന്മാർ ഇഷ്ടം പോലെ വരും. അത് അണ്ടം ഒന്നേ ഉള്ളു, ബീജം ഒത്തിരി ഉണ്ടെന്നുള്ളതുകൊണ്ട്. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്. ബയോളജി അറിയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്നുള്ളത്. ഒരു പഠിക്കുന്ന ഒരു കാലത്ത് സാധാരണ എല്ലാവരെയും പോലെ ചിന്തിക്കുന്ന അത്ര വലിയ രീതിയിൽ ചിന്തിക്കാത്ത ഒരാളായിരിക്കാം മേ ബി. എല്ലാ മനുഷ്യരും അങ്ങനെയുള്ളു. പിന്നെ എപ്പോഴാണ് അത് നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്നത്, അതിന് നമ്മുടെ ജീവിതത്തിനെ പറ്റി റിഫ്ലക്ട് ചെയ്യാതിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് അറിയാത്ത ഒരാളും ഇല്ല. അത് ചെയ്യുമ്പോൾ നഷ്ടം ഉണ്ടാകുമെന്ന് അറിയുന്നത് കൊണ്ട് ചെയ്യാത്തവരായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളു. എന്നെ പോലെ തന്നെയാണ് എല്ലാരും. ഞാൻ ജീവിച്ചതിനേക്കാളും മോശമായിട്ട് എന്നെ ആക്ഷേപിക്കുന്ന എല്ലാ വാക്കുകളും ഉപയോഗിച്ച് സ്വയം പറയുന്ന മനുഷ്യന്മാർ മാത്രമേ ഈ നാട്ടിലുള്ളെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലേ, ക്രെഡിറ്റ് ഒക്കെ പറയുന്ന പുരുഷന്മാരുടെ സംഘത്തിനകത്തോട്ട് പോയാൽ മതി. അവരുടെ അച്ചീവ്മെന്റിനെ പറ്റി അവർ പറയാൻ തുടങ്ങുമ്പോൾ ചിരിക്കും നമ്മള്. പക്ഷെ അതേ ആളുകൾ തന്നെയാണ് ഇവൻ ശരിയല്ലെന്ന് പറയുന്നത്. ഞാൻ അവരുടെ വാക്കിന് അതുകൊണ്ട് എനിക്കൊരു വലിയ ഞാൻ അവരെ പറ്റി ഞാൻ ചിന്തിക്കാറുമില്ല. ഇപ്പൊ ഞാൻ ഇത് ഇപ്പൊ നമ്മൾ എൻ്റെ കൂടെ ഇരുന്ന് ഇത് ചെയ്യുമ്പോ ഇതിന്റെ ചെവിട്ടില് കമന്റുകൾ വരും. അതിനകത്ത് മുഴുവനും ധാർമ്മിക രോഷ്ടത്തോടെ കുറെ പേര് എഴുതുകയും പറയുകയും ചെയ്യും. കള്ളന്മാര് മാത്രം, അത് ഭീരുക്കളുമായിരിക്കും. ഇനി ജീവിതത്തിൽ അത് ഇങ്ങനത്തെ ജീവിതം നയിച്ചിട്ടില്ലെങ്കിൽ സ്വപ്നത്തിൽ ജീവിച്ച് ജീവിതത്തിനെ ശപിക്കുന്നവന്മാരും കൂടെ ആയിരിക്കും, അല്ലാതെ വേറെ ആരുമല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ അപ്പൊ ഈ അസഭ്യപരമായിട്ടോ ഞാൻ മോശമാണെന്നോ പറയുന്ന നിലവാരത്തിലുള്ള കമന്റ് എഴുതുമ്പം ഒരു നിസ്സഹായനായ ദുർബലനായ ഒരു ഭീരുവിനെ മാത്രമേ ഞാനവിടെ കാണാറുള്ളൂ. അല്ലാതെ ശബ്ദം എനിക്ക് മിക്കവാറും ഫേക്ക് ഐഡിയിലും കൂടെ ആയിരിക്കും. പറഞ്ഞത് ഞാനാണെന്ന് തിരിച്ചറിയാനും കൂടെ കഴിയാത്ത നിലവാരത്തിൽ ഈ കക്കൂസിന്റെ ഭിത്തിയിൽ എഴുതുന്ന മനുഷ്യരുണ്ട്. അയലത്തെ പെണ്ണുങ്ങളുടെ ഫോൺ നമ്പർ എഴുതി വെക്കുന്ന പുരുഷന്മാരുണ്ട്. അവന്മാരാണ് എന്റെ ഇതിനകത്ത് കമന്റ് എഴുതുന്നത്. അതുകൊണ്ട് എനിക്ക് അവരെ പറ്റി ഞാൻ എന്ത് പറയാൻ, ഒന്നും ആലോചിക്കേണ്ട കാര്യം. ഞാൻ ഈ ഇങ്ങനെയാണ്, ജീവൻ ഇങ്ങനെയാണ്, ലോകം ഇങ്ങനെയാണെന്നുള്ള അറിയുകയും അതിനകത്ത് താരതമ്യേന സാധ്യമായ സ്വാതന്ത്ര്യങ്ങളും സന്തോഷങ്ങളും നമുക്കുണ്ട്. അത് ആർജിക്കുക എന്നുള്ളത് മാത്രമാണ്. മൂന്നാമതൊരാൾക്ക് ദ്രോഹകരമല്ലാത്ത ഏത് രസവും നമ്മൾ അനുഭവിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്.
ഞാൻ ഡാൻസ് ചെയ്യുന്ന സമയത്ത് കൈവീശി വേറൊരാളുടെ ചെള്ളയ്ക്ക് കൊള്ളാതിരിക്കാൻ നോക്കേണ്ടത്, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, മൂന്നാമതൊരാൾക്ക് ദ്രോഹമാവരുത്. അപ്പൊ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് പോകുന്ന സമയത്ത് എക്സ്ട്രാ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ശ്രീരാമന്റെ അച്ഛൻ മഹാമര്യാദായിട്ടല്ലേ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ? പഴയ ഏതൊരു അലക്സാണ്ടറിനെ പറ്റി, നെപ്പോളിയനെ പറ്റിയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പറ്റും ഈ പറഞ്ഞതൊക്കെ? അപ്പൊ അവർക്കാർക്കും ഇത് ബാധകമല്ല. റിസോഴ്സസ് ഇല്ലാത്ത ദരിദ്രവാസി കള്ളുപിടിക്കരുതെന്ന് പറയുന്ന പോലെ, ദരിദ്രവാസികൾ മാത്രം പ്രണയിക്കരുതെന്നും ദരിദ്രവാസികൾ കള്ളുപിടിക്കരുതെന്ന് പറയുന്ന പോലെയാണത്. അല്ലാതെ ഈ ശരി തെറ്റുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഈ നാട്ടില് ശ്രീകൃഷ്ണൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു? കണക്കനുസരിച്ചിട്ട് 16,000 പോട്ടെ, അത്ര ഒന്നും ഇല്ലെന്ന് തന്നെ നമുക്ക് എടുക്കാം. എന്നാലും 4-5 ഒഫീഷ്യലായിട്ട് അപ്പോഴും ഉണ്ട്. അർജുനൻ ഒരാളെ എടുത്തു നോക്ക്. നിങ്ങളെ പഴയ കാലത്തെ പ്രതാപികൾ എന്ന് നമ്മൾ പറയുന്ന ഈ പറയുന്ന മനുഷ്യർക്ക് മുഴുവനും പല ഭാര്യമാര്. ഇപ്പൊ ഭീമൻ 2ാം ഊഴം എഴുതിയ MT വാസൻ എഴുതി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഭീമന് കടവൽക്കജൻ എന്ന് പറഞ്ഞ ഒരു മോനുണ്ടെന്നുള്ള കാര്യം അറിയാം. ഇവരെ മക്കളുണ്ട്. അപ്പൊ അതൊന്നും ഈ ഇവിടുത്തെ പ്രണയത്തിനകത്തൊന്നും ചർച്ചയിലില്ല. ഒരു രാജാവിന് നിങ്ങൾ ഈ പറയുന്ന ലോകത്തെ പ്രമാണിമാർ എന്ന് പറഞ്ഞ ധനം കൊണ്ടോ അറിവ് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒക്കെ മുന്നേ നിൽക്കുന്ന ആൾക്കാർക്ക് 100 കണക്ക് റിലേഷൻഷിപ്പ് ഉള്ള ഒരു സമൂഹത്തിനകത്താണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. രഹസ്യ ബന്ധങ്ങളായിട്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ വിഷയം മനസ്സിലാക്കിയിട്ടല്ല. അംബാനി 50,000 കോടി ഉണ്ടാക്കിയാൽ ഒരു ഭാര്യ ഉള്ളെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ അറിഞ്ഞൂടാന്ന് മാത്രമേ തെളിയത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ആ കഷ്ടം എന്തിനാണ് ഈ കാശ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കോന്തനാണ് അംബാനി. രാജാക്കന്മാർക്ക് നല്ല വിവരമാണ്. അവർക്കറിയാം അവർ ഈ സ്വത്തുണ്ടാക്കുന്നത്, രാജ്യം ഉണ്ടാക്കുന്നത്, എന്റെ ജനിതകം ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ പോണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ രാജ്യമൊക്കെ പിടിക്കുന്നത്. അല്ലാതെ രാജ്യം പിടിച്ചിട്ട് എന്തെടുക്കാനാണ്? നിങ്ങൾക്ക് 100 കാറുണ്ടായാലും 100 കൊട്ടാരം ഉണ്ടായാലും ഒരു മെത്തയിലേ കിടക്കാനൊക്കത്തുള്ള ഒരു കാറിലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും അറിയണം. സ്വത്തൊക്കെ ഉണ്ടാക്കുന്നത് ഇണകളെ കൂട്ടാനാണ്, അല്ല സ്വത്തിന് വേണ്ടിയല്ല. സ്വത്ത് നിങ്ങൾക്ക് സ്വത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കൂടിക്കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. കമ്പനി നടത്തിയെന്ന് പറഞ്ഞാല് കമ്പനി നടത്തിയിട്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത്? ജീവിക്കുന്ന എന്തിനാന്ന് അറിഞ്ഞുകൂടാത്ത കോന്തന്മാരുടെ ബോധമാണത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിവരം, ജീവനെ പറ്റി ജീവിതത്തിനെ പറ്റി ഞാൻ ഈ പറയുന്നത്, ഞാൻ ഒരാളുമായി കുട്ടിയെ വളർത്തുന്നത് വരെ ഒരാളോട് ഉത്തരവാദിത്തോടെ പെരുമാറും എന്ന് പറയുന്ന ന്യായത്തിനപ്പുറത്ത് അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ധാരാളം റിസോഴ്സസ് ഉണ്ടാക്കാൻ കഴിയാതിരിക്കുകയും മറ്റുള്ള തരത്തില് അറ്റൻഷനും ശ്രദ്ധയും കൊടുക്കുക എന്ന് പറയുന്നത്, സമയവും കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ 2 പേരോട് ഒരു സമയത്ത് നമുക്ക് പ്രണയം ഉണ്ടെന്ന് വെക്ക്. ഒരാൾ പറയാ സിനിമ കാണാൻ പോവാം, മറ്റേ ആള് പറയാണ് കടപ്പുറത്ത് നടക്കാൻ പോവാ. ഏതെങ്കിലും ഒന്നല്ലേ ചെയ്യാൻ പറ്റും? അതാ പ്രശ്നം. ഈ ഒരു സിമ്പിളായ പ്രശ്നം കൊണ്ട് മാത്രമേ ഇത് പറയുന്നേ. അപ്പൊ സിനിമ ആരോടെങ്കിലും ഒരാളോട് കള്ളം പറയേണ്ടി വരും. അപ്പൊ കുറെ ദിവസം കഴിയുമ്പോഴത്തേനും കള്ളം പറഞ്ഞു കൂട്ടിയിട്ട് അവസാനം പരമ കള്ളനായിട്ടാണ് ഇയാൾ പിന്നെ നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ പെടാതിരിക്കാൻ മാത്രം പറയുന്ന. പക്ഷെ കരാറ് 3-4 പേരുമായി ബന്ധം ഉണ്ടാക്കുന്ന തരത്തിലാണ് നമ്മൾ കരാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ചർച്ചയില്ല. അപ്പൊ ആൾക്കാർക്കറിയാം, പാർട്ട് ടൈം ജോബ് ഇഷ്ടം പോലെ എടുക്കത്തില്ലേ നാട്ടിലെ ആൾക്കാർ? അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത്? ഇത്രയും ലളിതമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. തെറ്റായത് കൊണ്ടല്ല, കഴിയാത്തത് കൊണ്ടെന്നുള്ള. ഒരു സമയത്ത് 2 പേർക്ക് നമുക്ക് 2 പേർക്കും കൂടെ ഒരേ സമയത്ത് 2 പ്രണയം ഒരേ സമയത്ത് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അത് നമ്മൾ നിയന്ത്രിക്കണമെന്ന് പറയുന്നത്. അത്രേ അർത്ഥമേ ഉള്ളൂ. തെറ്റാകുന്നതുകൊണ്ടല്ല. ഇഷ്ടംപോലെ സ്വത്തുള്ളവർ ഇഷ്ടംപോലെ ഭാര്യമാരെ ഉണ്ടാകും, ഭർത്താക്കന്മാരെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല. ആകെപ്പാടെ പാഞ്ചാലിയുടെ കഥയാണ് ലോകത്തുള്ളത്. പാഞ്ചാലിയുടെ കഥയ്ക്കകത്ത് പോലും പാഞ്ചാലിക്ക് ആകെപ്പാടെ ഇഷ്ടം തോന്നിയത് അർജുനോടായിരുന്നു. മറ്റ് 4 സഹോദരന്മാരുമായിട്ട് അടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയാണ് ആ മര്യാദയോട് കാണിച്ചത്. കൊണ്ടുവന്നത് പങ്കിട്ടെടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ന്യായം പറഞ്ഞ അതിനകത്ത് ഏറ്റവും ശുദ്ധാത്മാവെന്ന് വിളിക്കുന്ന ധർമ്മപുത്രരാണ് മര്യാദകളായിട്ട് തുടങ്ങുന്നത്. അമ്മ പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല. കാരണം അവന് ഈ പെണ്ണിനെ കണ്ടപ്പോ ഇഷ്ടം തോന്നിപ്പോയി, അത്രേ ഉള്ളൂ. അതിന് ന്യായം പറയുന്ന സാധനങ്ങളാണ് പിന്നത്.
എന്നിട്ട് അവർ തമ്മിൽ അടിക്കാതിരിക്കാനായിട്ട് കണ്ടുപിടിച്ചെന്താണ് 6 മാസം ഒരാളുടെ ഭാര്യ. ഇത് അവളുടെ ചോയ്സ് അല്ല, ഇവര് പങ്കുവെച്ചതാണത്. അപ്പൊ അടി ഉണ്ടാകാതിരിക്കാൻ പോലും ചെയ്ത ഒരു പണി മാത്രമാണ്. അല്ല പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരൊന്നുമില്ല, ഒരു ഭർത്താവേ ഉള്ളു, ഭർത്താവാണുള്ളത്. കാര്യം അവർക്ക് തന്നെത്താൻ ഒരു ചോയ്സ് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ നമ്മൾ അറിയണം, കഥയ്ക്കകത്തു നിന്നൊക്കെ പഠിക്കേണ്ടത് അങ്ങനെ. മൈത്രേന്റെ സങ്കല്പത്തിൽ ഭർത്താവ് ഉദ്ദേശിക്കുന്നത് ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ഒന്നുമല്ല, ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവനെന്നും ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നോടെന്ന് തന്നെ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നിങ്ങളെ പെണ്ണ് കാണാൻ വരുന്നത്. അവരുടെ തെരഞ്ഞെടുപ്പം പുരുഷന്മാരുടെ ലോകമുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബലം വേറെ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് വഴിയാണ്. അതുകൊണ്ടാണ് ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി സ്ത്രീകളും ശ്രമിക്കുന്നത്. കാരണം സാമൂഹിക സ്ഥാനം കിട്ടണമെങ്കിൽ ആൺകുട്ടി വേണം. എന്ന് രാജാവിന് പ്രയോജനമുള്ള, ബലം കൊണ്ട് പ്രയോജനമുള്ള ഒരാളെ വേണം. ആണ് ആൺമക്കൾക്ക് പ്രാധാന്യം വന്ന അങ്ങനെയാണ്. അല്ലാതെ ഈ ഇത്രയും ബീജമുള്ള നാട്ടില് ഒരു വാർഡിൽ ഒരുത്തം വെച്ചും പോരെ കൊച്ചിനെ ഉണ്ടാക്കാനായിട്ട്. അത് പിന്നെന്തിനാണ് ഇവന്മാരല്ല. ഇന്ന് നമുക്ക് ഇത്രയും മനുഷ്യന്മാര് പുരുഷന്മാരെ റീപ്ലേസ് ചെയ്യുന്നിടത്തേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യമുണ്ട്, എല്ലാ കണ്ടുപിടിച്ചെന്ന് പുരുഷന്മാര് തന്നെ കണ്ടുപിടിച്ചെന്ന് പറയുമ്പോഴും മെഷീൻ കണ്ടുപിടിച്ചോ, പുരുഷന്റെ ബലം റീപ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞ് സ്കില്ലാണ് ആവശ്യം. സ്കില്ലെന്ന് പറയുന്നത് ആർക്കും ആർജിക്കാം. അതുകൊണ്ടാണ് കാർ ഓടിക്കാനും സ്ത്രീകൾക്കും പറ്റും, ബുൾഡോസർ ഓടിക്കാനും സ്ത്രീകൾക്ക് പറ്റും. ഏത് കാര്യം തന്നെത്താൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവൃത്തിയും സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റും. സ്കില്ല് ചെയ്യാതിരിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് മരം കയറി നെല്ലിയ പെണ്ണുങ്ങളെ വിളിക്കുമല്ലോ. ഏതെങ്കിലും പുരുഷനെ മരം കയറി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് അതിന്റെ സ്ഥലം. നേരത്തെ പറഞ്ഞ ചാരിത്രവതിയും മരം കയറി ഇതുപോലെ സ്ത്രീകൾ തന്നെത്താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാതെ വസ്തുവാക്കി മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യുന്ന പരുവത്തിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പെണ്ണ് കാണലുണ്ടാകുന്നതും മരം കയറികളും ഇല്ലാതായി പോയത്. ഈ ഒരു തിരിച്ചറിവ് കൊണ്ടാണോ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം കഴിക്കണ്ടെന്ന് പറയുന്നത്? അത് തിരിച്ചറിവ് അവർക്ക് ഞാൻ ഈ പറയുന്ന നിലവാരത്തിലുണ്ടായിട്ടില്ല. പക്ഷെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു, ഉള്ള സ്വാതന്ത്ര്യം കൂടെ പോകും എന്നുള്ള തിരിച്ചറിവ് മാത്രമാണ് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ജീവിതം തുടരേണ്ടതുണ്ട്, അടുത്ത തലമുറ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അവർക്ക് അറിയുമ്പോഴും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന പോലെ അമ്മയുടെ അച്ഛന്റെയും ജീവിതം കണ്ട് വളരുന്ന ഒരു മകളും ഒരു മകൻ ഒരു റിലേഷൻഷിപ്പിന് ഏർപ്പെടാൻ തയ്യാറല്ല. അതാ പ്രശ്നം. ലോകവ്യാപകമായി സ്ത്രീകള് പുരുഷന്മാരെ ഇണയാക്കാതിരിക്കാൻ നോക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. അത് ജനാധിപത്യപരമായിട്ട് പരസ്പര ബഹുമാനത്തോടെ ഇണയായി തുല്യരായി പെരുമാറാൻ പുരുഷന്മാർ പഠിക്കാത്തതുകൊണ്ടാണ് അത് പ്രശ്നം ഉണ്ടാകുന്നത്. എന്നെ പ്രണയിക്കുന്ന ധാരാളം മനുഷ്യരുണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു സമയത്ത് അറ്റൻഷനും സമയവും കൊടുക്കാൻ ഒക്കത്തെയുള്ളെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഞാൻ ധാരാളം പേരുമായിട്ട് ബന്ധം ഉണ്ടാക്കാത്തത്. അത്രേ അർത്ഥമേ ഉള്ളൂ. 10 കാറ് ഞാൻ മേടിച്ചിട്ടാലും ഒരു കാറിലേ പോകാൻ പറ്റത്തുള്ളെന്ന് അറിയുന്ന അറിവ് കൊണ്ടാണ്. ഒരു കാര്യമില്ലാതെ 9 കാറ് മേടിച്ച് നാട്ടുകാരുടെ മുന്നേ കാണിക്കാൻ കൊള്ളാവുന്നതല്ലാതെ ഒരു പ്രയോജനമില്ല. പക്ഷെ ഉള്ള കാറ് ഏറ്റവും നല്ല കാറും ഏറ്റവും നമുക്ക് അപകടം വരാതിരിക്കാനുള്ളതും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കാർ മേടിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അത്രേ അർത്ഥമുള്ളൂ. ഒരു കാർ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണല്ലോ. അല്ല, കാർ ഉണ്ടാകാൻ ചാൻസ് കുറവൊന്നും അല്ല, തിരഞ്ഞെടുക്കാൻ അറിഞ്ഞൂടാത്തോണ്ട. നമുക്ക് പറ്റിയ ആളുകൾ ലോകത്തെന്നും ഉണ്ട്. തിരഞ്ഞെടുക്കാൻ ആര് പോകുന്നു? ആദ്യം കാണുന്ന സാധനം മേടിക്കുന്ന പോലെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. എല്ലാ ആളുകളും മെച്ചപ്പെട്ട ആളുകളാണ്, എനിക്കല്ലെന്നേ ഉള്ളു. വേറൊരാൾക്ക് സൂട്ടബിൾ ആണ് അവര്. അത്രയുള്ള അർത്ഥം. അല്ല, നമുക്ക് ചേരാത്തവരെല്ലാം കൊള്ളാത്തവരല്ല, കറക്റ്റ് ആളെ കണ്ടുപിടിക്കുന്നില്ല. നമുക്ക് പറ്റാത്ത ആളെന്നും അത്രേ അർത്ഥമുള്ളൂ. വേറൊരാൾക്ക് പറ്റുന്ന ആള് തന്നെയാ അത്. അതാണ് തെരഞ്ഞെടുപ്പ്. പ്രണയത്തിന്റെ ആവശ്യം അവിടെയാ. ഈ തെരഞ്ഞെടുക്കാൻ അനുവദിക്കാതെ വസ്തുക്കളാക്കി ഭാരം പെര നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പെണ്ണുങ്ങളെ പറ്റി പറയുന്നത്. ഇത് പശു ആടും ഒക്കെ പട്ടിയും പൂച്ചയും പോലെയാണ് പറയുന്നത്. മക്കളെ പറ്റി കെട്ടിച്ചു വിടാതെ ശ്വാസം മുട്ടി ചാകുകയാണ് ഇവിടെ. അല്പമെങ്കിലും സ്വന്തമായി വരുമാനവും ചിന്താശക്തി ഉണ്ടായ ഒരു പെണ്ണും ഈ നിൽക്കുന്ന കല്യാണങ്ങൾ കഴിക്കാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് വിദ്യാഭ്യാസം കിട്ടിയതോടെ സ്ത്രീകള് എന്തുകൊണ്ടാണ് താലിബാൻ സ്കൂളെല്ലാം പെണ്ണുങ്ങളുടെ സ്കൂളെല്ലാം തല്ലിപ്പൊട്ടിക്കുന്നത്? അവർക്ക് ഒരു ഇണയെ കിട്ടത്തില്ല. പഠിച്ച പെൺകുട്ടികളെ ഈ പുരുഷന്മാരെ തെരഞ്ഞെടുക്കത്തില്ല. അതാ പ്രശ്നം. അതുകൊണ്ടാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി പുരുഷന്മാരെ എതിരാകുന്നത്. അല്ല, താലിബാൻ വേറെ എവിടുന്നും ഉണ്ടാകുന്നതല്ല. ഏത് രാജ്യത്തും സ്വന്തമായി ജീവിക്കാനും അപ്പൊ തെരഞ്ഞെടുപ്പ് അവർക്ക് കഴിവുള്ളവരായി മാറും. ഇതുകൊണ്ടാണ് പെൺകുട്ടികൾ മരം കയറാതിരിക്കാൻ നോക്കുന്നവര്. കഴിവില്ലാത്തവരാക്കി പെണ്ണുങ്ങളാക്കി മാറ്റും. അങ്ങനെ പെണ്ണുങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ
കൊച്ചുങ്ങളെ ഉണ്ടാക്കാനുള്ള കഴിവേ അതിന് കാണുള്ളൂ, വേറെ ഒന്നിനും പറ്റത്തില്ല. അങ്ങനെയാണ് മരത്തേലെ വള്ളി ചാരുന്നത് പോലെ നിൽക്കുന്നത് പോലെ ഒരു പെണ്ണിനെ, എന്തുകൊണ്ടാണ് പ്രായം കുറഞ്ഞ പെണ്ണിനെ നോക്കുന്നത്? ബുദ്ധി വളർച്ച ഉണ്ടായി. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നവരെന്നുള്ളതാണ്. പ്രായം കൊണ്ട്, ശരീരബലം കൊണ്ട്, കഴിവ് കൊണ്ട്, സ്വത്ത് കൊണ്ട് എല്ലാം താഴെ നിൽക്കണം. അപ്പോഴേ കൈകാര്യം ചെയ്യാനുള്ളൂ. പശുവിനെയാണ് ഈ നോക്കുന്നത്. ഇടിക്കാത്തതും തൊഴിക്കാത്തതും പശുവിനെ നോക്കത്തില്ലേ? അതാണ് ഈ മാര്യേജ് മാർക്കറ്റിനകത്ത് നോക്കുന്നത്. അല്ല, നിങ്ങള് വയസ്സാം കാലത്ത് നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അപ്പൊ ഈ വയസ്സായ സ്ത്രീയെ നോക്കാൻ ആരാ ഉള്ളത്? അതാ പുരുഷന്മാർ മക്കളെ ഏൽപ്പിക്കുന്നതെന്നാണ്. എന്നാ പിന്നെ ഈ മക്കളെ ഇവനൊന്നും ഈ പുരുഷനെ നോക്കരുതോ? അത് പറ്റത്തില്ല. ഇതൊക്കെ കഥയല്ലേ. സ്ത്രീകളെ പരിചരിക്കാനായിട്ട് പുരുഷന്മാര് 60 വയസ്സിലും 70 വയസ്സിലും കല്യാണം കഴിക്കും. എപ്പോഴെങ്കിലും ഒരു 70 വയസ്സായ സ്ത്രീയെ കല്യാണം കഴിക്കുന്ന കണ്ടിട്ടുണ്ട്? സമ്മതിക്കത്തേ ഇല്ല. മറ്റത് മനുഷ്യന്റെ ആവശ്യങ്ങളില്ലേ എന്നൊക്കെ വെച്ച് പറയും. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ പുരുഷനേ ഉള്ളു. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാനൊരു പടം വരയ്ക്കാൻ പറയുകയാണ്, മനുഷ്യനെ എന്റെ പടം വരച്ചാൽ ആ പുരുഷന്റെ പടം വരച്ചു വെക്കും. സ്ത്രീയുടെ പടം വരയ്ക്കുന്നത് മനുഷ്യനായിട്ട് തോന്നത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മള് മാൻ കൈൻഡ് എന്നല്ലേ പറയുന്നത്, ഹ്യൂമൻ കൈൻഡ് എന്ന് പറയത്തില്ല. മാൻ ഇസ് ദ മെഷർ ഓഫ് തിങ്സ് എന്ന്. ഇത് ആരാണ് ഈ മാൻ? പുരുഷനായിട്ടാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മൾ ഈ പുരുഷന്മാരുടെ ലോകമുണ്ടാക്കി അതിനകത്തെ വസ്തുക്കളായി പോയ സ്ത്രീകളോട് പ്രണയിക്കണമെന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അതാണ് ജനലിൽ കൂടെ നോക്കുന്നത്. എനിക്ക് ഈ കുടുംബ ബന്ധത്തിൽ കുട്ടികൾ വേണം നിർബന്ധമുണ്ടോ? കുട്ടികൾ ഉണ്ടാകുന്ന രണ്ടുപേര് ഇണ ചേർന്ന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാതെ അടുത്ത തലമുറ ഉണ്ടാകത്തില്ല. അതിന് കുടുംബത്തിനകത്ത് കൊച്ചു വേണമെന്നുള്ള ചോദ്യമില്ല. രണ്ടുപേര് തമ്മിൽ ജീവൻ തുടരുന്നതിന്റെ സാധനമാണത്. നമുക്കത് വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാൻ ധാരാളം മനുഷ്യരുള്ള സ്ഥിതിക്ക് വേണ്ടാന്ന് തീരുമാനിക്കുക, അത്ര അർത്ഥമേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് തന്നെ മനുഷ്യരുടെ എണ്ണം കൂടിയ ബസ്സിനകത്ത്, തിരക്ക് കൂടിയ ബസ്സിനകത്ത് പിന്നെ ആളുകൾ കയറത്തില്ലെന്ന് പറയുന്ന പോലെ നാടിന്റെ ഒരു നാട്ടിനകത്ത് ഇഷ്ടംപോലെ ആളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജീവിക്ക് കൂടുതൽ ആളുകളെ ഉണ്ടാക്കാൻ തോന്നത്തില്ല. വികസിക്കുന്ന സമൂഹങ്ങളിലെല്ലാം കുഞ്ഞുങ്ങൾ കുറയും. കാരണം എല്ലാ കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കും. പണ്ട് നീ 10 എണ്ണത്തിനെ പ്രസവിച്ച 5 എണ്ണം ചത്തുപോകും. ഇന്ന് അങ്ങനെയല്ല. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എല്ലാം നമ്മൾ കുറച്ച്, അമ്മമാരുടെ മരണം കുറച്ച്, ഇതെല്ലാം വന്നപ്പോ മരണനിരക്ക് കുറയ്ക്കുന്നതോടെ കുട്ടികളെ ഉണ്ടാക്കുന്ന കുറയും. ആരും പഠിപ്പിക്കണ്ട, കോണ്ടം കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമല്ലത്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുട്ടികളെ ഉണ്ടാക്കുന്ന കുറയും. ആരും പഠിപ്പിക്കാതെ തന്നെ വരും. ഇതൊക്കെ ഇന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ബോധപൂർവ്വം കുട്ടി ഉണ്ടാക്കേണ്ട സമയത്താണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. ആ സമയത്ത് ജനാധിപത്യപരമായി പെരുമാറാൻ അറിഞ്ഞൂടാത്ത പുരുഷന്മാരെ ഒരു വീട്ടിലും വളർത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് സ്ത്രീകൾ മുഴുവനും കൂടെ കുട്ടികളെ ഉണ്ടാക്കാതെ ഈ മാറുന്നിടത്താണ് നിൽക്കുന്നത്. കേരളത്തിലകത്ത് പ്രശ്നമൊന്നുമല്ല. കൊറിയയിലൊക്കെ ഒരു ഡേറ്റ് ചെയ്യാൻ പോലും ഒരു തയ്യാറില്ലാതായിട്ടുണ്ട്. ഡേറ്റ് ചെയ്യാൻ കാരണം പുരുഷന്മാര് പ്രാന്തന്മാരായി മാറിക്കഴിഞ്ഞ് ഡേറ്റ് ചെയ്താൽ അന്ന് കണിശമായിട്ടും റേപ്പ് ചെയ്യും. ഇവരുടെ പടങ്ങളെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം ഇടും. അപ്പൊ രക്ഷയില്ലാതായി. ഇതാണ് മറുവശം. ഇങ്ങനെ അങ്ങോട്ടാ പോകുന്നത്. അല്ലാതെ ഇത് ഉത്തരവാദിത്തപ്പെട്ട് പരസ്പര ബഹുമാനത്തോടെ പെരുമാറാൻ പഠിച്ചാല് ആളുകൾക്ക് തമ്മിൽ എണ്ണ ചേരുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യാതെ പ്രണയിക്കാൻ അനുവദിക്കുകയൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. കുട്ടികള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടി ഉണ്ടാകാതെ നോക്കണമെന്ന് മാത്രം പഠിപ്പിച്ചാൽ മതി. അതിനാണ് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. കുട്ടി ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അല്ല, രണ്ടുപേര് തമ്മിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിരിക്കുന്നത് തെറ്റാണെന്നും അവരവിടെ ഇങ്ങനെ ഇരിക്കലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് വെള്ളത്തിൽ ചാടിയില്ലേ ഇവിടെ ഈ കായലില്? അപ്പൊ ആണും പെണ്ണും കൂടെ ഒന്നിച്ചിരിക്കും തെറ്റായ തരത്തിൽ ഇരുന്നു എന്നാണ്. എന്ത് ഈ തെറ്റ്? കെട്ടിപ്പിടിച്ചിരുന്നിട്ടുണ്ടാവും, ഉമ്മ വെച്ചിട്ടുണ്ടാവും, അതല്ലേ? എന്നിട്ട് അവരെ വെള്ളത്തിൽ ചാടിച്ചിട്ട് ഭയങ്കര രക്ഷകരായി. അതുവരെ പോയിട്ട് അവരെ വെള്ളത്തിൽ ചാടിച്ചവന്മാരാണ് ഈ ചെടി എടുത്ത് വെള്ളത്തിൽ കരക്കി കയറ്റുന്നത്. ഈ തരത്തിലുള്ള യൂസ്ലെസ് ആയ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യം ഉണ്ട്. ലൈംഗിക കേരളത്തിൽ മാത്രമല്ല, എല്ലായിടവും ഉണ്ട്. ഈ രാജ്യങ്ങളിലല്ല. അതിന് മൈത്രന് എന്തെങ്കിലും റീസൺ തോന്നിയിട്ടുണ്ടായിരുന്നോ? ഞാൻ പറയുന്നത് നമ്മൾ ഈ പുരുഷന്മാര് സ്ത്രീകളുമായി ബന്ധം ഉണ്ടാക്കി കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തട്ടായി ഉണ്ടാക്കിയ സമൂഹം, തട്ട് സമൂഹം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അടിമകളായി പിടിച്ചോണ്ട് വന്ന പുരുഷന്മാരുമായി സ്ത്രീകൾ ബന്ധം ഉണ്ടാക്കരുത്. അതിനാണ് ആദ്യമായിട്ട് സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിച്ചത്. കാരണം ആ താഴെ ഉള്ളവരുടെ കുട്ടി ഉണ്ടായാൽ ഈ മേളിലോട്ട് അത് കയറി വരും. കാരണം പ്രസവിക്കുന്ന സ്ത്രീകളായതുകൊണ്ട് അവരുടെ കുട്ടിയായി മാറുന്ന കാരണം കൊണ്ട് മേൽത്തട്ടിൽ പോയി കുട്ടി വരും എന്നുള്ളതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിച്ചത്. പുരുഷന്മാര് എത്ര അടിമ സ്ത്രീകളുമായി ബന്ധം ഉണ്ടാക്കിയാലും കുട്ടി ഉണ്ടായതെല്ലാം അടിമകളാകത്തുള്ളൂ. ഇത്രയും ലളിതമായത്. അങ്ങനെയാണ് സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിച്ചത്. കുട്ടികൾ മറ്റു വിഭാഗത്തിൽപ്പെടുന്ന, കാരണം സ്ത്രീകൾ സ്വന്തമായി
അടിമയായാല് പുരുഷന് വല്ല വ്യത്യാസമുണ്ട്? ഒരു ഗോത്രത്തിൽ നിന്ന് വേറെ ഗോത്രത്തിൽ പിടിച്ചോണ്ട് വന്നുള്ള അല്ലാതെ പുരുഷന്മാർക്ക് വല്ല കുഴപ്പം വന്നു? കുറവൊന്നുമില്ല. അങ്ങനത്തെ ഒരു കാര്യമില്ല. അല്ല മേൽത്തട്ടിലെ പുരുഷന്മാരെല്ലാം പുരുഷന്മാരും ബാക്കിയുള്ള താഴെ തട്ടിലെ പുരുഷന്മാരല്ലാതിരിക്കുമൊന്നുമില്ല, സ്ത്രീകളും അല്ലാതിരിക്കുകയല്ല. അവർക്ക് ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ ആരോപിക്കുന്ന കീഴ്പ്പെടുത്തൽ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ഒരു ജീവി എന്നുള്ള നിലവാരത്തിൽ സ്വാഭാവികമായി താഴെ തട്ടെന്ന് പറഞ്ഞാലും പുരുഷനായിരിക്കുന്നു സ്ത്രീ ആയിരിക്കുന്നവർക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ല. അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാം തരമായിട്ടാണ് ചെല്ലുന്നത്. നിങ്ങൾ ലവബിളായ ഒരു സ്ത്രീയല്ലേ? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നൂറുകണക്കിന് പുരുഷന്മാരും സ്ത്രീകളും അവിടെ ഉണ്ടായി പോകത്തില്ലേ? അപ്പൊ സ്ത്രീകൾ പക്ഷെ പുരുഷന്മാരുമായിട്ട് ബന്ധം ഉണ്ടാക്കിയാൽ കുട്ടി ഉണ്ടാകും. കുട്ടി ഉണ്ടായാലോ ഇവര് മൈഗ്രേറ്റ് ചെയ്ത് വന്നതന്നെ ഇവിടുത്തെ ബംഗാളികൾ വന്ന് ഇവിടെ കൊച്ചുങ്ങളെ ഉണ്ടാക്കി ഭയങ്കര പ്രശ്നമാണ്. ബംഗാളിയെ ഒന്ന് പ്രണയിച്ചു നോക്ക് നിങ്ങള്, അപ്പൊ കാണാൻ ഈ മലയാളിയുടെ ബോധമൊക്കെ. അടിമയായിട്ടാണ് ബംഗാളി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാം തരമാണെന്നുള്ളതാണ് ബംഗാളി വിളി, പാണ്ടി എന്നുള്ള വിളി. ഇതെല്ലാം രണ്ടാം തരമാണ്. ഇങ്ങനെ അന്യരെ പ്രണയിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന സമൂഹത്തിന്റെ യുക്തി മാത്രമേ ഈ പറയുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നവരായി മാറുന്നത്? നാട്ടിലൊരു കൊലപാതകം നടക്കുന്നു, നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചർച്ച, അവൻ മര്യാദ ഇല്ലാതെ പെരുമാറുന്നുണ്ട്. അതേ സമയത്ത് തമിഴ്നാട്ടുകാരനോ കർണാടകത്തുകാരനോ വടക്കേന്ത്യയിലുള്ള വന്ന ഒരുത്തനാണ് ആ കൊലപാതകം നടത്തിയില്ലെങ്കിൽ പ്രപഞ്ചം മാറി. നമ്മുടെ നാട്ടിൽ ഈ അന്യന്മാരെല്ലാം കടന്നു വന്ന് ഈ പരദേശികൾ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ ഇന്ത്യക്കാരൊന്നുമില്ല. അതുവരെ ഇന്ത്യക്കാരാണല്ലോ, നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്നാണല്ലോ എന്താണ് സ്കൂളിനകത്ത് പറയുമല്ലോ. പക്ഷെ ബംഗാളി പ്രണയിച്ച കഥ മാറി. കാരണം കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് അപ്പൊ അറിയും. ബംഗാളി മോട്ടിച്ചാല് നമ്മൾ മോട്ടിച്ചാൽ വലിയ കുഴപ്പമില്ല, പക്ഷെ ബംഗാളി മോട്ടിച്ചുകൂടാ. അടിമകളൊന്നും ചെയ്തുകൂടാ. അതാണ് ഈ വിരോധം മുഴുവൻ. ഇതുപോലുള്ള സാധനങ്ങൾ സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പ് ഒരു ബംഗാളിയാണ് നിങ്ങൾ തെരഞ്ഞെടുത്താൽ നിങ്ങളുടെ ഒരു പ്രണയവും ഒരു വീട്ടുകാരും സമ്മതിക്കത്തു. നാട്ടിലുള്ളവരെ തന്നെ തട്ട് സമൂഹത്തിനകത്ത് എവിടെയാ നിൽക്കുന്നത് നോക്കിയിട്ട് മാത്രമേ സമ്മതിക്കത്തു. ഇനി ഒരു ജാതിയിലും ഒരു മതത്തിൽപ്പെട്ടായാലും ശരി നിങ്ങൾ തെരഞ്ഞെടുത്താൽ സമ്മതിക്കത്തേ ഇല്ല. കാരണം തെരഞ്ഞെടുപ്പ് സമ്മതിക്കത്തില്ല. ആദ്യം അവർ പറയും അന്യജാതിക്കാരായോണ്ട് സമ്മതിക്കാത്തെന്ന് പറയും. സ്വന്തം സമുദായത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുക്കും, അവർക്ക് അവരുടെ പാരമ്പര്യം തെറ്റാണെന്നും അവരെ ദരിദ്രവാസികളുടെ അവന്റെ അച്ഛൻ ദരിദ്രവാസിയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയും. തെരഞ്ഞെടുക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് ഈ പറയുന്ന മുഴുവൻ. സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പിനെ നിഷേധിക്കുന്ന സമൂഹത്തിന്റെ യുക്തികൾ മാത്രമാണ് ഈ പറയുന്നത്. സ്ത്രീകൾ തെരഞ്ഞെടുത്താൽ അവർക്ക് ഇഷ്ടമുള്ള പുരുഷനാണെന്നുണ്ടെങ്കിൽ അത് താഴ്ത്തട്ട് മേഴ്ത്തട്ടോ ഒന്നുമില്ല, പുരുഷനാണത്, അല്ലെങ്കിൽ താഴെ സ്ത്രീയാണത്. അല്ലാതെ ഈ മേൽത്തട്ടും കീഴ്ത്തട്ടും ഉണ്ടായ സമൂഹത്തിന്റെ വാല്യൂ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ. സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പ് നിഷേധിക്കാൻ വേണ്ടിയാണ് സ്വയംവരം കണ്ടുപിടിച്ചത്. അല്ല സ്വയംവരം സ്ത്രീകളുടേതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവിടെ നിർത്തും കുറെ കോന്തന്മാര്, അവന്മാര് മാത്രം. അതിനിടയ്ക്കൊന്നും നിങ്ങൾ തെരഞ്ഞെടുക്കണം. അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കാൻ സമ്മതിക്കാതെ തന്നെയാണ് അത് തുടങ്ങിയത്. സ്വയംവരം എന്നാണ് വാക്കൊക്കെ. മറ്റേത് പ്രണയം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ അതിനു മുമ്പ് കാളിദാസന്റെ ശകുന്തളയുടെ കഥയ്ക്കല്ലേ, അയാൾ ആരാന്ന് അറിഞ്ഞുകൂടാതാണ് അവള് പ്രണയിക്കുന്നത്. അപ്പോഴും നമുക്ക് കാണാൻ പറ്റും അയാളുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ നാട്ടിൽ അവിടെ കാട്ടി നടക്കുന്ന പാവം പിടിച്ചവനൊന്നും അല്ലെന്ന് അയാൾക്ക് അവർക്ക് അറിയുന്നതുകൊണ്ടാണല്ലോ ഈ കന്യക അങ്ങോട്ട് പ്രണയിച്ചത്. അപ്പൊ അതൊക്കെ നമ്മൾ ഇതുപോലെ അറിയണം. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോ കാര്യം മാറും. കാരണം അത്ര ദരിദ്രവാസിയുടെ വീട്ടിൽ നിന്ന് വന്നതാണ് പെണ്ണെന്ന് അറിയുന്ന കാരണം കൊണ്ട് ശകുന്തളയെ അങ്ങോട്ട് സ്വീകരിക്കാത്തത്. അപ്പൊ അടയാളം കാണിക്കാത്ത പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ള കഥയൊക്കെ പറയുമ്പോഴും അങ്ങനെ രാജാവിന്റെ പട്ടമഹിഷിയൊന്നും ആകാൻ എളുപ്പമൊന്നുമല്ല. രാജാവിന് ഇഷ്ടം പോലെ കാണുന്നവരവരുടെയൊക്കെ പ്രണയമൊക്കെ തോന്നും, ചെയ്യാനും പറ്റും. അയാൾക്ക് പേടിക്കണ്ട. വംശം അനുസരിച്ചിട്ടാണ്. അയാളുടെ സ്ഥാനത്തിന് ഒരു ചലനവും ഉണ്ടാകത്തില്ല. എത്ര മോശം രാജാവായാലും രാജാവായി തുടരത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് പേടിക്കേണ്ടത്. പക്ഷെ അങ്ങനല്ല ബാക്കി അടിമകളുടെ പ്രശ്നം. അവരെപ്പോഴും നല്ല ആളായിട്ട് നിൽക്കാൻ ബാധ്യത വരും. ഈ അടിമകളായിരിക്കുന്ന സ്ത്രീകളും അടിമകളായ പുരുഷന്മാരും ഒരുപോലെ ഭാര്യമാരാ.